ഇസ്രായേലിനെ ഭയപ്പെടുത്തിയ മുഖചിത്രം. വാക്കുകളാണ് മാധ്യമങ്ങളുടെ ഭാഷ. അച്ചടിയായാലും പ്രക്ഷേപണമായാലും സംപ്രേഷണമായാലും വാക്കുകൾ തന്നെ മുഖ്യം. എന്നാൽ ആശയവിനിമയ രംഗത്ത് പുതിയ ഉപായമായി ഇമേജുകൾ അഥവാ ബിംബങ്ങൾ, പ്രതീകാത്മക ചിത്രങ്ങൾ വ്യാപകമായി തുടങ്ങിയിട്ടുണ്ട്. ഈ പുതിയ ഭാഷയ്ക്ക് വികസിച്ചു വരുന്ന അക്ഷരമാലയുണ്ട്. അതാണ് ഇമോജികൾ. ഇമോജി എന്ന ചിഹ്നഭാഷ മുതൽ ഇപ്പോൾ വൈറലായി കഴിഞ്ഞ ഇറാൻ ലെഗോ വീഡിയോകൾ വരെ ബിംബങ്ങളുടെ ശക്തി വെളിപ്പെടുത്തുന്നു. നമ്മളിപ്പോൾ പറഞ്ഞു വെച്ച ട്രംപിൻ്റെ യേശുബിംബവും എന്തെല്ലാം അർത്ഥങ്ങൾ അനർത്ഥങ്ങളും ഉൾക്കൊള്ളുന്നു. മറുവശത്ത് ഇറാൻ തൊടുത്ത മിസൈലിൽ ക്രിസ്തുവിനു വേണ്ടി പ്രതികാരം എന്ന വാക്കുകൾ കൊണ്ട് എഴുതിയതും ഒരു ഫലസ്തീൻ ചരിത്ര സന്ദർഭത്തെ ബിംബരൂപത്തിലാക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വൻ ചർച്ചയായ ഒരു ചിത്രമിതാ. ഫലസ്തീൻ വെസ്റ്റ് ബാങ്കിൽ നിന്നുള്ള ഒരു ദൃശ്യം. ലെസ്പ്രസോ എന്ന ഇറ്റാലിയൻ വാരികയുടെ ഏപ്രിൽ 10 ലക്കത്തിൻ്റെ മുഖചിത്രം. വാചാലമായ ചിത്രം. പൈശാചികതയും ദൈന്യതയും ഒരൊറ്റ ഫ്രെയിമിൽ മുഖാമുഖം നിൽക്കുന്നു. ഇസ്രായേലി കുടിയേറ്റക്കാരൻ്റെ മുഖത്തെ രൗദ്രതയും തദ്ദേശവാസിയായ സ്ത്രീയുടെ നിസ്സഹായതയും. അബ്യൂസ്, പാതകം എന്ന് ക്യാപ്ഷൻ. ഇസ്രായേലിൽ കുടിയേറ്റക്കാർ നടത്തുന്ന കയ്യേറ്റങ്ങളും ഫലസ്തീൻകാരുടെ ദുരിതവും പ്രതിഫലിപ്പിക്കുന്ന ഈ ചിത്രം കോളിളക്കമുണ്ടാക്കി. ഇറ്റലിയിലെ ഇസ്രായേലി അംബാസഡർ ഇതിനെതിരെ രംഗത്ത് വന്നു. ഇത് വ്യാജ ചിത്രമാണെന്ന് ആരോപിച്ചു. അതിന് മറുപടിയായി വാരികയുടെ ചീഫ് എഡിറ്റർ എമിലിയോ കരേലി ആ ഇമേജിൻ്റെ ഒറിജിനൽ പുറത്തുവിട്ടു. ചിത്രം മാത്രമല്ല, ആ ചിത്രമെടുത്ത സന്ദർഭത്തിൻ്റെ വീഡിയോയും പുറത്തുവിട്ടു. 2025 ഒക്ടോബർ 25 വെസ്റ്റ് ബാങ്കിലെ ഹെബ്രൂണിലാണ് സംഭവം. ഒലീവ് വിളവെടുപ്പ് സീസണാണ്. സ്വന്തം തോട്ടങ്ങളിൽ വിളവെടുക്കുന്ന നാട്ടുകാരെ ആട്ടിയോടിക്കുന്നു ആയുധധാരികളായ കുടിയേറ്റക്കാരും സൈനികരും. മൃഗങ്ങളെ വിളിക്കുന്ന പോലെ ശബ്ദമുണ്ടാക്കി കുടിയേറ്റക്കാരൻ നാട്ടുകാരോട് കയർക്കുന്നു. ആ കവർ ചിത്രവും കവർ സ്റ്റോറിയും ഫലസ്തീൻകാരുടെ നിത്യയാതനകൾ ഒപ്പിയെടുത്തു എന്നതാണ് ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചത്. മറുപടിയായി ലെസ്പ്രസോ വാരിക ഒരു ട്വീറ്റ് പോസ്റ്റ് ചെയ്തു. ഗസ നിങ്ങൾ നശിപ്പിച്ചു, ലെബനാനിൽ അതിക്രമം, സിറിയയിൽ അതിക്രമം, ഇറാനോട് യുദ്ധം, വംശഹത്യ, വിശാല ഇസ്രായേലിന് വേണ്ടിയുള്ള പാതകങ്ങൾ. ഇതൊക്കെയാണ് ആ ചിത്രം ആവാഹിച്ച ചരിത്ര സന്ദർഭം. അതെ, ആ ചിത്രം സത്യമാണ് എന്നതാണ് എതിർപ്പുകാരുടെ പ്രശ്നം. വർത്തമാനകാലത്തെ ഏറ്റവും മികച്ച വാർത്താ ചിത്രങ്ങളിൽ ഒന്നാണ് ഈ കവർ ചിത്രം. ഇറ്റാലിയൻ ഫോട്ടോഗ്രാഫർ പിയത്രോ മസ്തുർസോയുടെ ഡോക്യുമെൻ്ററി പ്രോജക്റ്റിൻ്റെ ഭാഗമാണിത്. This Italian magazine cover has sparked a diplomatic backlash from Israel. It shows an armed Israeli settler dressed in military uniform grinning at a distressed Palestinian woman in the occupied West Bank under the title L'abuso, or the abuse. Israel's ambassador to Italy has condemned L'Espresso's use of the image, saying it distorts the complex reality Israel must live with. Prominent Jewish platforms say it plays on anti-Semitic stereotypes, while others have suggested the image is AI-generated. But a video from the scene where the photograph was taken confirms its authenticity. It shows the same settler on the cover approaching the Palestinian woman. The photograph is part of a documentary project by Italian photographer Pietro Masturzo. ഈ വാർത്താ ചിത്രം വാർത്ത മാത്രമല്ല, സയനിസ്റ്റ് ഭീകരതയുടെ ചരിത്രവും ഉൾക്കൊള്ളുന്നു. കുടിയേറ്റ ഭീകരതയുടെ, അധിനിവേശ ഭീകരതയുടെ, വംശഹത്യയുടെ പല ചിഹ്നങ്ങളിൽ ഒന്ന്. സമാനമായ ദൃശ്യങ്ങൾ വേറെയുമുണ്ട് ധാരാളം. അന്യരുടെ ഭൂമി കവർന്ന് അവരെ അവഹേളിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന, കുട്ടികളെപ്പോലും തോക്ക് കൊണ്ടും ഹിംസ കൊണ്ടും ദ്രോഹിക്കുന്ന നരാധമന്മാരുടെ ദൃശ്യങ്ങൾ. ഇസ്ലാമാബാദിലെ US ഇറാൻ ചർച്ച ഓർക്കുക. ഇറാൻ പ്രതിനിധി സംഘം വിമാനത്തിൽ കൊണ്ടുപോയത് അമേരിക്ക ബോംബിട്ട് കൊന്ന
168 ഇറാൻ കുട്ടികളുടെയും അവർ വരച്ച ചിത്രങ്ങളുടെയും കോപ്പികളായിരുന്നു. ചർച്ചകളിലെ ഏത് നെടുങ്കൻ വാദങ്ങളെക്കാളും വാചാലമാണ് ഈ ഇമേജുകൾ. അവ ഭാഷക്കതീതമായി മനുഷ്യഹൃദയത്തോട് നേരിട്ട് സംസാരിക്കുന്നു. ബിംബങ്ങളുടെ കരുത്ത് തിരിച്ചറിഞ്ഞു തന്നെയാണ് ഇസ്രായേലി ഭീകരതയുടെ പര്യായമായി ലെസ്പ്രസോ മാഗസിൻ ആ പടം തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ആ ചിത്രത്തോട് യുദ്ധം പ്രഖ്യാപിച്ചതും പരിഹാസ്യരായതും. ഇന്ന് ആ ചിത്രത്തിൻ്റെ അനേകം വകഭേദങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. വാക്കുകൾ ആവശ്യമില്ലാത്ത, ഭാഷയുടെ തടസ്സങ്ങളില്ലാത്ത ഒരു ദൃശ്യഭാഷയും ചിഹ്നഭാഷയും മാധ്യമരംഗത്തേക്ക് കടന്നെത്തിയിരിക്കുന്നു. ഭാഷ തന്നെ ചിഹ്നങ്ങളിലേക്ക് വികസിക്കുകയാണ്.